రమ్య వస్తుంది అనుకుంటే ఇప్పుడు ఇది వచ్చిందేంట్రా బాబు. ఏదైతే ఏంట్లే, సీన్ చేంజ్. ഹായ്. 5 ദിവസങ്ങൾ നീണ്ടുനിന്ന മേളയാണ് ഇന്നലെ സമാപിച്ചത്. ഹ്രസ്വചിത്രം, ഡോക്യുമെന്ററി, ഹ്രസ്വ ഡോക്യുമെന്ററി, ആനിമേഷൻ, ക്യാമ്പസ് ഫിലിം തുടങ്ങിയ ഇനങ്ങളിലായി 300ഓളം డైలాగ్ నాలో కొత్తగా ట్రై చేయొచ్చుగా. 92 ചിത്രങ്ങളാണ് 6 ഇനങ്ങളിലായി മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മികച്ച ഹ്രസ്വചിത്രമായി തെലുങ്ക് ചിത്രമായ ദ പപ്പറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. കവിത ദാത്തറും സോണാബെയിനുമാണ് ചിത്രത്തിന്റെ സംവിധായകർ. ഇരുവരും തന്നെ നിർമ്മിച്ച ബബായി ആണ് മികച്ച ഹ്രസ്വ ഡോക്യുമെന്ററി. മികച്ച ഡോക്യുമെന്ററിയായി ശ്രാവൺ കാത്തിക്കാനിന്റെ ക്രോണിക്കിൾസ് ഓഫ് എ ടെമ്പിൾ പെയിന്റർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മുസ്ലിം ബാലികയെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വന്തം മകളായി വളർത്തിയ ക്ഷേത്ര ചമയക്കാരൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുടെ ജീവിതകഥയാണ് ഡോക്യുമെന്ററി പറയുന്നത്. ഗീതാഞ്ജലി റാവു സംവിധാനം ചെയ്ത ട്രൂ ലവ് സ്റ്റോറിയാണ് മികച്ച ആനിമേഷൻ ചിത്രം. ക്രിസ്റ്റി ടോമിന്റെ യു ആർ റോഡ് മികച്ച മ്യൂസിക് വീഡിയോയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനം സാംസ്കാരിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. മീഡിയ വൺ, തിരുവനന്തപുരം.